സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കുറച്ച് നേരം വൈകിട്ടാട്ടോ എൻ്റെത്. പക്ഷേ രാവിലത്തെ വിളക്കത്തിക്കൽ ചേട്ടൻ മുടക്കില്ല. അഥവാ എനിക്ക് കത്തിക്കാൻ പറ്റില്ലെങ്കിലും കൂടി ചേട്ടൻ അത് അവിടെ ചെയ്തിരിക്കും. അങ്ങനെ എന്തേ ചേട്ടൻ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ച് ചായ കുടിക്കാതിരിക്കാട്ടോ ചെയ്യാം. സൺഡേയിലെ ചായ കൂടി ഒരുപാട് സ്പെഷ്യൽ ആട്ടോ. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചേട്ടൻ ഒരു ടൈമിൽ ചായ കുടിച്ചിട്ട് ജോലിക്ക് പോകും, തേജപ്പൻ ഒരു ടൈമിൽ കഴിക്കുക പഠിക്കാൻ പോകും. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാവും ചായ കുടിക്കുക. പക്ഷേ ഈ സൺഡേ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത വൈബാണ്. മൂന്നാളും കൂടി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചായ കുടിക്കുക, ഉച്ചത്തെ ഫുഡ് ആയിക്കോട്ടെ എല്ലാം ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഒരു ഡേ ആണ് സൺഡേ. ചെറിയ ഫാമിലികളായ ഒട്ടുമിക്ക വീടുകളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഹസ്ബൻഡ് ജോലിക്ക് പോകും, മക്കൾ പഠിക്കാൻ. പിന്നെ എന്നെ പോലുള്ള വീട്ടമ്മമാരാണെങ്കിൽ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫുഡ് അടി ഉണ്ടാവുക. ഞാൻ അങ്ങനെയായിട്ട് ഇവർ പോയതിന് ശേഷമായിരിക്കും ഞാൻ ചായയൊക്കെ കുടിക്കുക. പിന്നെ ഉച്ചത്തെ ചോറുണ്ടാലാണെങ്കിലോ അതാരും ഉണ്ടാവില്ല, തനിച്ചിരുന്ന് കഴിക്കും. അങ്ങനെ അതെ ചേട്ടൻ്റെ ചായ കുടി കഴിഞ്ഞ് ചേട്ടൻ ഇട്ടിട്ട് ഈ കാര്യം ചേട്ടന് നിർബന്ധമാണ്. ചേട്ടൻ കഴിച്ച പ്ലേറ്റ് ചേട്ടൻ വേറെ ആരെയും കൊണ്ടും കഴിക്കില്ല, അത് ചേട്ടൻ തന്നെ കഴുകും. ഈ ഒരു ക്യാരക്ടർ ഞാൻ ചേട്ടൻ്റെ മാത്രമാട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി ഇതുപോലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.